അസ്സലാമു അലൈക്കും പ്രിയ കൂട്ടുകാരെ, തേൻമൊഴിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം, നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി, നന്മയുടെ വഴി. കഴിഞ്ഞ എപ്പിസോഡിൽ നാം വായനയെ പറ്റി കുറേ കാര്യങ്ങൾ അറിഞ്ഞു. ഇനി വായനയെക്കുറിച്ചുള്ള ഇത്തിരി ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് നമുക്ക് സലാം സാറോട് ചോദിച്ചറിയാനുള്ളത്. അപ്പോൾ ആദ്യമായി തന്നെ എങ്ങനെ ഒരു നല്ല വായനക്കാരനാകാം എന്ന് പറയും. നമ്മൾ പറഞ്ഞിരുന്നു, വായനയുടെ ഗുണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പുസ്തകം നമ്മളെടുത്ത് വായിക്കുമ്പോൾ പുസ്തകം വെറുതെയാണ് വായിച്ചു തുടങ്ങലല്ല. പുസ്തക വായനയ്ക്ക് നമുക്ക് ശരിക്കൊരു രീതിയുണ്ട്. ഒന്നാമത് നമ്മളൊരു പുസ്തകം കാണുമ്പോൾ ഈ പുസ്തകം സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. എല്ലാ പുസ്തകങ്ങളും നമുക്ക് വായിക്കാൻ കഴിയില്ല, വായിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളൊരു ബുക്ക് കിട്ടുമ്പോൾ ആ ബുക്കിൻ്റെ പേര് നമ്മൾ നോക്കുന്നു. പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങൾ ഇതൊരു പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകം ആരാണ് പബ്ലിഷ് ചെയ്തത്, അതിൻ്റെ പേരെന്താണ്, ആരാണ് ഇറക്കിയിട്ടുള്ളത്, പിന്നെ അതിൻ്റെ ബാക്ക് പേജിൽ ആ പുസ്തകത്തെക്കുറിച്ചുള്ളൊരു സംക്ഷിപ്ത രൂപം ഉണ്ടാവും. അത് നമ്മളൊന്ന് വായിക്കണം. പിന്നെ നമുക്കൊന്ന് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നോക്കാം. അപ്പോൾ അത് പബ്ലിഷേഴ്സിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള വാക്കുകൾ ഉണ്ടാവും. ഇനി ചിലത് അവതാരിക ഉണ്ടെങ്കിൽ അവതാരിക നോക്കാം. പിന്നെ അതിൻ്റെ ഉള്ളടക്കങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ വായിച്ചു പോകും. അങ്ങനെ വായിച്ച് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് പുസ്തകത്തെക്കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടും. ഇത് ഇന്ന രൂപത്തിലുള്ള പുസ്തകം എന്താണേലും പറയുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പം നമുക്കത് അഭിരുചിയുള്ളതാണോ, നമുക്കതിന് അതിലൊരു ക്യൂരിയോസിറ്റി അപ്പോൾ അതിൽ വരണം. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടും. അതിനുശേഷം നമുക്ക് പുസ്തകം ഓടിച്ചുള്ള വായന എന്ന് പറയാം. ഇപ്പം നമ്മൾ ബുക്ക് വാങ്ങുന്നതിൻ്റെ മുമ്പ് ഷോപ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ലൈബ്രറിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചുള്ള വായന, ഉള്ളടക്കത്തിലൂടെയും ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ നോക്കിയിട്ടുള്ള ഒരു വായന, ആ പുസ്തകത്തെ ഓൾമോസ്റ്റ് ഒന്ന് നമുക്ക് കിട്ടാനാണ്. എന്നിട്ട് നമുക്ക് തോന്നുകയാണ് ഈ ബുക്ക് കൊള്ളാം, എനിക്ക് ഞാൻ വിചാരിച്ചതിനനുസരിച്ച് ഇതുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ആ ബുക്ക് എടുക്കാം. അതല്ല, നമുക്ക് ബുക്ക് പേര് കണ്ട ഉടനെ തന്നെ അത് വാങ്ങി നേരെ ഒന്നും നോക്കാതെ കൊണ്ടുപോയി വെക്കുമ്പോൾ വെച്ചാൽ അത് നമ്മുടെ സമയനഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതിൽ പണ്ടത്തെ ഒരു സിസ്റ്റം ഉണ്ട്. ഒരു ബുക്കിൻ്റെ മുമ്പിൽ SQRRR എന്നാണ്. SQRRR. അപ്പോൾ എന്നുള്ളത് ശരിക്ക് സർവേ ആണ്. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഒരു ബുക്കിനെ കുറിച്ചൊരു സർവേ നടക്കണം. ഇപ്പോൾ ഇസ്ലാമിക മര്യാദകൾ, ഇത് നോൺ ഫിക്ഷൻ ബുക്കാണ്. ഫിക്ഷൻ ബുക്കിനെ കുറിച്ചല്ല ഇപ്പോൾ പറയുന്നത്. നോൺ ഫിക്ഷൻ ബുക്കാവുമ്പോൾ ഇത് നോളജാണ്, അറിവാണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട അറിവുകൾ ഇസ്ലാമിക മര്യാദകളെ കുറിച്ചാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത്. ആദ്യം നമ്മളൊരു സർവേ നടത്തുന്നു, ഇതെന്താണ് ബുക്ക് എന്നുള്ളതൊക്കെ അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി, ആരാണ് ഓതർ, ആരാണ് പബ്ലിഷേഴ്സിൻ്റെ വാക്കുകൾ എന്തൊക്കെ, ഇതൊക്കെ നോക്കി. പിന്നെ നമ്മളൊരു ക്വസ്റ്റ്യനിങ് ആണ്. ആ ക്വസ്റ്റ്യൻ എന്താ, ക്യൂ. ആ ക്വസ്റ്റ്യനിങ് എന്താ, എന്തൊക്കെയായിരിക്കും ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഈ പുസ്തകത്തിൽ ഉണ്ടാവുക, നമ്മളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ നമുക്ക് ഈ ഇസ്ലാമികമായ മര്യാദകളെക്കുറിച്ചുള്ള പുസ്തകമാണ്. അപ്പോൾ എന്തൊക്കെ മര്യാദകളായി, അപ്പോൾ നമുക്ക് അതിനെ അറിയാനുള്ളൊരു ആകാംക്ഷ അതിലൂടെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വായന തുടങ്ങും. അപ്പോൾ അതിൽ ആദ്യത്തെ അധ്യായം നമുക്കൊന്ന് വായിക്കാം. ആദ്യത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കയ്യിലൊരു നോട്ട് ബുക്കോ കാര്യങ്ങളോ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഡയറി നമുക്കുണ്ടാവണം. അപ്പോൾ ആ അധ്യായത്തിൽ പ്രധാനമായി വന്ന പോയിന്റുകൾ നമുക്കവിടെ ഒന്ന് കുറിച്ചിടാം. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ അധ്യായം വരെ നമ്മളെ സമയത്തിന് എപ്പോഴാണ് തീരുന്നത് അതിനനുസരിച്ച് നമുക്ക് പോയിന്റുകൾ കുറിച്ചിടാൻ പറ്റും. എന്നിട്ട് വായിച്ച് കഴിഞ്ഞതിനെ കുറിച്ച് നമുക്കൊന്ന് ചില റിസൈറ്റ് ചെയ്യാന്നുള്ളത്, അടുത്ത RRR ഒന്ന് റിസൈറ്റ് ചെയ്യാന്നുള്ളത്. അത് കഴിഞ്ഞാൽ ആ ഒരു ആവർത്തിച്ച് ചിലപ്പോൾ ആവർത്തിച്ച് വായിക്കേണ്ടി വരും. ആ ഒരു ആവർത്തനത്തിന് ശേഷം പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് റിമെമ്പർ ചെയ്യേണ്ടി വരും. എന്തായിരിക്കും ഇപ്പം ഞാൻ വായിച്ച അതിലുള്ളത്, അത് നമ്മൾ ഓർമ്മയിൽ നിൽക്കാനുള്ള കാര്യമാണ്. മറ്റു പല കുട്ടികളോടും ചോദിച്ചാൽ ബുക്കൊക്കെ ഒരുപാട് വായിച്ചാൽ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ അത് പ്രൊഡക്റ്റീവ് ആവണമെങ്കിൽ ഇങ്ങനെ ഒരു ഓർമ്മിക്കലുണ്ട്, ഒരു റിസൈറ്റ് ഉണ്ടാവുന്നു. പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ റിമെമ്പർ ഒന്ന് ഓർമ്മിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് അവസാനത്തെ പേജും കഴിഞ്ഞ് നമ്മളതിൽ കുറിപ്പൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് നമുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിവ്യൂ നടത്താൻ പറ്റണം. എന്താണ് ഇപ്പോൾ ഒരു ബുക്കിനെ കുറിച്ചൊരു ബുക്ക് റിവ്യൂ ഒക്കെ ഉണ്ടാവില്ലേ, അത് നമുക്ക് നടത്താൻ പറ്റുന്ന രൂപത്തിലുള്ള കണ്ടന്റ് നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കും, എഴുതി വെച്ചതുകൊണ്ട്. ഡയറിയിൽ ഉണ്ടാവും. അപ്പോൾ എന്താണ് ആ ബുക്കിൽ പറഞ്ഞത് ഒരാൾക്ക് നമുക്ക് പറഞ്ഞു
കൊടുക്കുക. അങ്ങനെ ആവുന്നതോടുകൂടി ആ ബുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഉള്ളിലായി. പിന്നെ നമുക്ക് ഇടയ്ക്കുന്ന ഡയറിക്ക് ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മതി. പിന്നെ ആ ബുക്കിനെ നമ്മൾ ആശ്രയിക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെ നമ്മുടെ പുസ്തകത്തിൽ നോൺ ഫിക്ഷൻ ബുക്കുകളിൽ, അത് ഇസ്ലാമികമായിട്ടുള്ള പുസ്തകങ്ങളാണെങ്കിൽ അങ്ങനെ, അതല്ല നമ്മളൊരു സയൻസ്, ഈ പ്രപഞ്ചം, ശാസ്ത്രം, അതുമായി ബന്ധപ്പെട്ടുള്ളത്, ഹ്യൂമൻ ബോഡിയുമായി ഏതൊക്കെയാണോ നോൺ ഫിക്ഷൻ ടൈപ്പിൽ നമുക്ക് ഇഷ്ടമാവും, ഓരോരുത്തരും അഭിരുചി ഉണ്ടാവും, അതിനനുസരിച്ച് നമുക്കത് എന്നെയാണ് വായിച്ച് ആ ഒരു രൂപത്തിലൂടെ നമുക്ക് പോകാൻ പറ്റണം. ഇതിൽ ആക്റ്റീവ് റീഡിംഗ് ഉണ്ട്, പാസീവ് റീഡിംഗ് ഉണ്ട്. പാസീവ് റീഡിംഗ് കാരണം എന്തായിരിക്കും, ഒന്ന് വെറുതെ അങ്ങനെ വായിച്ചു പോവുക, അതിലൊരു പ്രത്യേകിച്ചൊരു ഗുണമൊന്നും ഉണ്ടാവില്ല, വെറുതെ അങ്ങനെ അങ്ങനെ വെറുതെ പക്ഷെ ഒന്നും കിട്ടും, സമയം പോയി. എന്നാൽ നേരെ മറിച്ച് ആക്റ്റീവ് റീഡിംഗ് ആകുമ്പോൾ നമുക്കതിൽ ക്രിറ്റിക്കൽ റീഡിങ് വരും, ക്രിയേറ്റീവ് റീഡിങ് വരും. എങ്ങനെ ക്രിയേറ്റീവ് റീഡിങ് വരിക? നമുക്കിപ്പോൾ നമുക്ക് അള്ളാഹ് തന്നിട്ടുള്ള കുറേ കഴിവുകളുണ്ട്. ആ കഴിവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി, നമ്മൾ യുണീക്കാണ് മറ്റുള്ളതിലൊന്നും. അപ്പോൾ നമ്മുടെ പല വിവരങ്ങളും നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ബുക്ക് വായിക്കുമ്പോൾ ആ പുസ്തകത്തിൽ പറഞ്ഞൊരു നോളജിനോട് നമ്മൾ പലതും ചേർത്ത് വെക്കാൻ പറ്റും. അപ്പം തമ്മിലൊരു അതാണ് അവിടെ ക്രിയേറ്റീവ്, സർഗാത്മകമായ വായന എന്ന് പറയും മലയാളത്തിൽ. അത് നമുക്ക് കിട്ടും. അപ്പം ക്രിയേറ്റീവായിട്ട് വായിക്കാൻ കഴിയുകയാണെങ്കിൽ പിന്നെ നല്ല ശ്രദ്ധ വേണം, ചിന്തിക്കണം, ഇഷ്ടമുണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു രൂപത്തിലൂടെയൊക്കെയുള്ളൊരു വായന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാർ ഇപ്പം ഇത്തിരി ടിപ്സും ട്രിക്സൊക്കെ പറഞ്ഞ്, ഇനി നേരത്തെ നമ്മൾ നല്ല വായനക്കാരനും ചീത്ത വായനക്കാരും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞല്ലോ, അതൊന്നുകൂടി ഒന്ന് പറയാം. അതെ, അതായത് ആക്റ്റീവ് റീഡിങ് അതുപോലെ പാസീവ് റീഡിങ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ശരിക്ക് നല്ല വായനക്കാരൻ്റെ എന്തുണ്ടാവും, ഒരു ലക്ഷ്യം ഉണ്ടാവും, ഒരു ഗോൾ ഉണ്ടാവും. എന്തിന് ഞാനിത് വായിക്കണം, അവൻ്റെ നോളജ് ആയിരിക്കും. മറ്റൊന്ന്, അവന് ഇനിയിപ്പം ഫിക്ഷൻ പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിലും അതിലൊരു എയിമുണ്ട്, എന്ന് വെച്ചാൽ അതിൻ്റെ ഭാഷ കിട്ടാനായിരിക്കാം, നല്ല ആശയവിനിമയത്തിന് പറ്റുന്ന വാക്കുകളിലുണ്ടാവും, അത് മുൻകൂട്ടി അറിഞ്ഞിട്ടുള്ള. അപ്പോൾ ആ ഒരു ലക്ഷ്യമുള്ള വായനക്കാരൻ ആണോ, എന്നാൽ അതൊരു നല്ല വായനക്കാരനാണ്. ഒരു ലക്ഷ്യമില്ലാതെ വെറുതെ ഒരു ബുക്ക് എടുത്തിട്ട് കണ്ടതൊക്കെ വായിക്കുക, ലക്ഷ്യമില്ലാതെ അങ്ങനെയുള്ളതാണെങ്കിൽ ഒരു നല്ല വായനക്കാരനല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വായന ഒരു നല്ല വായനക്കാരൻ്റെ ലക്ഷ്യം. ഒരു ഗുണമാണ് മീനിങ് അറിയാം, ആശയം എന്താണ് ആ വായിക്കുന്നത്, ഇതിൻ്റെ ആശയം ഇങ്ങനെ ഉൾക്കൊള്ളാം. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ ടിപ്സ് പറ്റും, റിസീറ്റിങ്, റിമെമ്പറിങ്, റിവ്യൂ, ഈ കാര്യങ്ങളൊക്കെ ആശയം ഉൾക്കൊള്ളാൻ അതൊന്ന് ചിന്തിക്കേണ്ടി വരും. എന്തായിരിക്കും അതിൻ്റെ ആശയം, ആ പറഞ്ഞത് എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള വായന അതിൽപ്പെട്ട ഒന്നാണ്. പിന്നെ നേരത്തെ പറഞ്ഞു ക്രിറ്റിക്കൽ റീഡിങ്, ക്രിയേറ്റീവ് റീഡിങ്. ക്രിറ്റിക്കൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിലുള്ളതെല്ലാം അതേപടി വിശ്വസിക്കൂല, അത് ശരിയാണോ അല്ലേ എന്ന് തുലനം ചെയ്ത് നോക്കും, തെറ്റുമാറ്റിയേക്കും, ശരിയെടുക്കും. പിന്നെ അത് ആ പറഞ്ഞത് ചിലപ്പോൾ അവിടെ ഒരു ഇതുണ്ടാവും, അന്വേഷണ ത്വര ഉണ്ടാവും, അത് ശരിയാണോ അല്ലേ എന്ന് പരിശോധിക്കാനുണ്ടാവും. അപ്പോൾ വേറെ പുസ്തകങ്ങളിലേക്ക് അവനെത്തും. അപ്പോൾ ഇന്നത് തെറ്റാണ്, ചില ഡാറ്റകൾ അതിൽ തെറ്റായിരുന്നല്ലോ, അങ്ങനെയല്ലല്ലോ, കൂടുതൽ റെഫറൻസ് ഉണ്ടാവും, അതിലേക്ക് എത്തിക്കാൻ പറ്റും, കൂടുതൽ റെഫറൻസ് തേടി പോകാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നല്ല വായനക്കാരനും ചില ശീലമായിരിക്കും വായന, വായിക്കാതിരിക്കാൻ അവന് കഴിയില്ല. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, വെള്ളം കുടിക്കാതിരിക്കാൻ കഴിയില്ല, ദിവസവും ഭക്ഷണം കഴിക്കാതിരിക്കാൻ കഴിയില്ല, അതിങ്ങനെ തേടിക്കൊണ്ടിരിക്കും. അന്നതുപോലെ അവൻ്റെ മനസ്സ് തേടിക്കൊണ്ടിരിക്കും, ഇന്ന് ഞാനൊന്ന് വായിച്ചിട്ടില്ലല്ലോ, എനിക്ക് വായിക്കണം, ഇന്നൊരു പുതിയ അറിവ് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ, ഇന്ന് പുതിയൊരു ലോകത്തെക്കുറിച്ച് പല ടൈപ്പിലുള്ള പുസ്തകങ്ങളുണ്ടല്ലോ, അതിൽ എൻ്റെ അഭിരുചിക്കനുസരിച്ച് എന്തൊക്കെ, എൻ്റെ കരിയറിന് പറ്റിയിട്ടുള്ള വായന, എൻ്റെ അതേപോലെ തന്നെ ഞാനൊരു എൻ്റർടൈൻമെൻറ്റിന് വായിക്കുകയാണെങ്കിൽ പോലും അതിലെനിക്കൊരു ഗുണമുണ്ടാവും. അങ്ങനെയുള്ള വായന, അതൊന്നും നടന്നില്ലല്ലോ എന്ന് അവനിങ്ങനെ മനസ്സ് തേടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ശീലമായി മാറുന്നത് നല്ല വായനക്കാരനാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ദിവസം വായിക്കുന്ന ഒരാൾക്ക് അത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ അവന് വായിക്കാൻ കഴിയില്ല. അവൻ പുസ്തകം തേടിപ്പോവും, അവൻ മെമ്പർഷിപ്പ് ഉണ്ടാക്കും, ക്ലാസ്സിൽ, അതുപോലെ തന്നെ ലൈബ്രറികളിലൊക്കെ മെമ്പർഷിപ്പ് ഉണ്ടാവും. വീട്ടിൽ തന്നെ ഒരു ചെറിയ ലൈബ്രറി ഉണ്ടാക്കും, വാങ്ങിയ ബുക്കൊക്കെ വെച്ച്. അതെ, വാങ്ങിയ ബുക്കൊക്കെ വെച്ച്. സ്വാലിഹിൻ്റെ വീട്ടിൽ സ്വാലിഹിന് ചെറിയ ലൈബ്രറി ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു നല്ല വായനക്കാരൻ വെച്ചാൽ പുസ്തകത്തോട് ഭയങ്കര സ്നേഹം ഉണ്ടാവും. പുസ്തകങ്ങൾ കാണുമ്പോൾ അതിനോട് അതിങ്ങ് നല്ല ബുക്കിനോടൊരിഷ്ടം, ആ പുസ്തകങ്ങളെ നല്ല രൂപത്തിൽ അവൻ്റെ ബുക്ക് അടുക്കി ഒതുക്കി കെയർ ചെയ്യും പുസ്തകത്തെ. അത് ടെക്സ്റ്റ് ബുക്ക് പോലും, ഈവൻ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എഴുതിയല്ല, ഒരുപാട് ആളുകളുടെ ബ്രെയിനിലൂടെ ഉണ്ടായ സംഗതിയാണ്. അപ്പോൾ അതുപോലും അവന് പുസ്തകമായിട്ട് തന്നെ, ടെക്സ്റ്റ് ബുക്കല്ലായിരിക്കും ചിലവിൽ, അത് വെറും പഠിക്കാനുള്ള, ശരിക്കും അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അതിനെ കാണാൻ പറ്റും. അതുപോലെ
ഒരു സ്കാൻ ചെയ്തിട്ടുള്ളൊരു വായന ഉണ്ടാവും ചിലർക്ക്. അത് പിന്നെ ഓരോരുത്തരുടെ കഴിവനുസരിച്ചാണ്. ചില ആളുകൾക്ക് ബ്രെയിന് ഭയങ്കര പവറായിരിക്കും. ഒരു ഈ എന്ത് മെമ്മറി എന്നാണ് നമ്മളതിനെക്കുറിച്ച് പറയൽ, ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്നൊക്കെ പറയലുണ്ട്. വായിച്ചു കഴിഞ്ഞാൽ അപ്പം സ്കാൻ പോലെ ചെയ്ത്. പക്ഷേ എല്ലാവർക്കും അത് കഴിഞ്ഞോണമെന്നുണ്ടാവില്ല. അപ്പോൾ അവന് റിപ്പീറ്റ് ചെയ്ത് ചിലത് വായിച്ചിട്ട് അതിങ്ങനെ സ്കാൻ ചെയ്തെടുക്കുക. അപ്പം തൈരിന്ന് എങ്ങനെയാണ് വെണ്ണ എടുക്കുക? തൈരിൽ നോക്കുമ്പം നമുക്കൊന്നും കാണൂല. ഇങ്ങനെ ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഇപ്പം എന്താ ഒന്നും കിട്ടൂല. നേരെ മറിച്ച് കുറേ വായിച്ച് കഴിഞ്ഞ് ചിലതിനോട് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള അതിനോട് എടുക്കും. ആ ആവശ്യമുള്ളത് നമ്മുടെ പുസ്തകത്തിൽ എവിടെയെങ്കിലും അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു പ്രോസസ്സിങ് അതിലൂടെ നടക്കണം. സാർ ഇപ്പോൾ നല്ല വായനക്കാരനെ കുറിച്ചും ചീത്ത വായനക്കാരനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഇനി സാർ കുറേ ബുക്ക് വായിച്ചിട്ടുണ്ട്, പല ഭാഷകളിൽ, പല വിഷയങ്ങളിൽ, അങ്ങനെ കുറേ ബുക്ക് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വായിച്ച ബുക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാണ്? പല ഭാഷകളെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ മലയാളമാണ് കൂടുതൽ നമ്മൾ വായിച്ചിട്ടുണ്ടാവുക, പിന്നെ അറബി ബുക്കുകളാണ്. അപ്പോൾ അതിൽ മലയാള പുസ്തകത്തിൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ, നമ്മൾ പറഞ്ഞല്ലോ ഈ പുസ്തകത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, നമ്മൾ ഫിക്ഷൻ നോൺ ഫിക്ഷൻ പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ചില പർപ്പസ്ഫുള്ളായിട്ടുള്ള വായന ഉണ്ടാവും, ചില കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടി. ഇപ്പോൾ ഓരോ വിഷയങ്ങൾ അറിയണം, ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായന. പക്ഷേ നമ്മൾ കുറച്ചുകൂടി നമ്മൾ വായനയുടെ രസം കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു വാക്കുകളെയും നമ്മുടെ പിന്നെ ആശയങ്ങളെയൊക്കെ കൂടുതൽ കൊണ്ടുപോകുന്ന ലിറ്ററേച്ചർ ഉണ്ടാവുമല്ലോ. അപ്പോൾ മലയാളത്തിലെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇതായി തോന്നുന്നത് ഖസാക്കിൻ്റെ ഇതിഹാസം OV വിജയൻ്റെ പുസ്തകം വളരെ ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിൻ്റേതായ ദോഷങ്ങളിലുണ്ടാവും. അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ ഒരു വേറെ ലെവലിൽ പിന്നെ കൊണ്ടുപോകുന്ന പുസ്തകമാണ്. പക്ഷെ നല്ല ആശയം, നല്ല കഥകൾ ഒക്കെ അതിലൂടെ കടന്നു പോകും. പിന്നെ MTയുടെ പുസ്തകങ്ങൾ, പിന്നെ നാലുകെട്ട്, അതൊക്കെ നോവൽ എന്നുള്ള അർത്ഥത്തിൽ നമ്മളെ ഒരു ഭാവന വർദ്ധിപ്പിക്കാനും നമ്മളെ ഭാഷയും മലയാളത്തിൻ്റെ പ്രത്യേകതകൾ, ആ സാഹിത്യത്തിൻ്റെ പ്രത്യേകതകളൊക്കെ കിട്ടാൻ പറ്റുന്ന പുസ്തകങ്ങളുണ്ട്. പിന്നെ ഒരു ഫിക്ഷൻ ടൈപ്പിൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്ന പുസ്തകം എന്നുള്ളതിൽ എനിക്ക് തോന്നിയത്, ഞാൻ വായിച്ചതിൽ പണ്ട് പഠിക്കുന്ന സമയത്ത് വായിച്ചാണ് ഖുർആനിൻ്റെ മൗലികത എന്നുള്ള പുസ്തകമുണ്ട്. അതും നമുക്ക് ഖുർആനിൻ്റെ പ്രത്യേകതകൾ പറയാൻ കുറച്ചു നോളജ് കിട്ടാവുന്ന നല്ല പുസ്തകങ്ങളാണ്. പിന്നെ ഓരോരുത്തർക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ ആവശ്യം എന്താണോ ആവശ്യത്തിനനുസരിച്ചാണ്, അതെ അഭിരുചിയായിരിക്കും, ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, പുസ്തക വായനയിലൂടെ കടന്നു പോവുക. അപ്പോൾ ഇപ്പം മാത്സ് താല്പര്യമുള്ള ഒരാൾ മാത്സിലെ പുസ്തകം വായനയല്ല ശരിക്കും അവിടെ നടക്കുക, അവൻ ചെയ്തിട്ട് ആ വായനയിൽ നിന്ന് പ്രാക്ടീസിങ് ആണ് നടക്കുക, പ്രാക്ടിക്കലായിട്ടുള്ളതാണ്. പിന്നെ ശാസ്ത്രം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ അതിൽ നമ്മൾ എന്തുണ്ട്, അവിടെ നമ്മളതിൻ്റെ ഓരോ കാര്യങ്ങളും ശരിക്കും നമ്മൾ റിവൈസ് ചെയ്ത് റിമെമ്പർ വീണ്ടും നടത്തിയ ഓർമ്മകളിലൂടെ കൊണ്ടുവന്ന് പഠനമാണ് അവിടെ നടക്കുന്നത്. സാഹിത്യമാണെങ്കിൽ ശരിക്കും ആസ്വാദനമാണ്. അത് നമ്മൾ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് കാണാപാഠം പഠിച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിലൊന്നും. അപ്പം ആ രൂപത്തിൽ ഓരോ പുസ്തകങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പുസ്തകങ്ങളാണ് നമ്മളെ ഓർമ്മയിലുണ്ടാകുക. അപ്പോൾ ഉള്ള കുറച്ച് പുസ്തകങ്ങളാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വായിച്ച് വളരാൻ പറ്റിയ പുസ്തകങ്ങളിൽ ബഷീറിൻ്റെ പുസ്തകങ്ങൾ അല്ലേ. അപ്പം സ്വാലിയാധിക പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും. മറ്റും കുട്ടി എന്ന അർത്ഥത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഒന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് അതിനോട് താല്പര്യം ഉണ്ടാവും. ബഷീറിൻ്റെ പുസ്തകം ഞാൻ ഒരു കുറച്ച് വായിച്ചിട്ടുണ്ട്, 3-4 വായിച്ചിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ വിരലറ്റം എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഷിഹാബുദ്ദീൻ നമ്മളെ IAS വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. അദ്ദേഹത്തിന് വളരെ നല്ലൊരു പുസ്തകമാണ്. ഉപ്പയുടെ ഇത് കത്തുന്ന ഒരു ഇതൊക്കെ ഉണ്ട്, പീഡി കത്തുന്ന ഒരു സീനൊക്കെ അതിൽ വരുന്നുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷനാണ്. പിന്നെ APJ അബ്ദുൽ കലാമിൻ്റെ അഗ്നിച്ചിറകുകൾ. അപ്പോൾ അങ്ങനെയുള്ള പുസ്തകങ്ങൾ നമ്മൾ അധ്യാപകരോടൊക്കെ ചോദിക്കാം, നല്ലതെന്താണെന്ന് ചോദിച്ചിട്ട് വായിക്കുന്ന കുട്ടികളോട് ചോദിക്കുക നല്ല പുസ്തകം ഏതാണ്. അത് നമുക്ക് നല്ലൊരു കാര്യമാണ്. അതെങ്ങനെ ഉണ്ട്, ആ പുസ്തകം കൊള്ളാമോ, എന്നിട്ട് ആ പുസ്തകങ്ങൾ ചൂസ് ചെയ്തിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. ഇപ്പോൾ സാറ് കുറേ ബുക്ക് വായിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ സാറ് ഏതെങ്കിലും ബുക്ക് എഴുതിയിട്ടുണ്ടോ? എഴുതിയ പുസ്തകം പിന്നെ നമ്മൾ വായനയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രചോദനമാണ്. കുറേ വായിക്കുമ്പോൾ നമുക്ക് എഴുതണമെന്ന് തോന്നും, സ്വാഭാവികമാണ്. കുറേ വായിക്കുന്ന ആളുകൾക്ക് പറയണമെന്ന് തോന്നും. അതൊക്കെ നമ്മുടെ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന കാര്യമാണ്, ഗ്രാജുവലി കിട്ടുന്നതാണ്. അപ്പം അങ്ങനെ ഇടയ്ക്കൊക്കെ പലപ്പോഴായിട്ട് പലത് എഴുതിയതിൽ ചെറിയ ഒരു കവിതാശകലം പോലെ എഴുതി വെച്ചതിന് അടുത്തൊരു പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിരുന്നു. കണ്ണു തുറന്ന നക്ഷത്രങ്ങൾ കവിതയായി പറഞ്ഞിട്ടത് ചെറിയൊരു പുസ്തകം. അപ്പോൾ നമ്മൾ വായന എത്രമാത്രം കൂടുന്നു അതിനനുസരിച്ച് പുസ്തകം എഴുതാനുള്ള പ്രചോദനം നമ്മുടെ ഉള്ളിലുണ്ടാവും.
നമ്മുടെ വായനയുടെ കണ്ടന്റ് എന്താണോ, ആ ഒരു ലോകം ഏതാണോ അത് മറ്റുള്ളവർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനും നമ്മുടെ ഉള്ളിലൊരു ത്വര സ്വാഭാവികമായിട്ടും വരും. ഇനിയും ബുക്സ് എഴുതാനുള്ള ഒരു ഇതുണ്ട്, എഴുതണം എന്നുള്ള നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് വായനക്കനുസരിച്ച് അത് പുറത്തേക്ക് വരും. അപ്പോൾ വായന തുടരണം. കുട്ടികളാണെങ്കിലും ഞാനാണെങ്കിലും എന്ന് എന്നിൽ വായന മരിക്കുന്നുവോ അന്ന് എൻ്റെ അത്തരത്തിലുള്ള സൃഷ്ടികളും നശിച്ചു പോകും. അത് കുട്ടികളും നിങ്ങളും അങ്ങനെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നന്നായിട്ട് വായിക്കണം. സ്വാലിഹിന് ഇനിയും ഒരുപാട് വായിക്കാനുള്ള ഒരു സമയം കാര്യങ്ങളും ലൈഫിലുണ്ട്. ആ വായന നമ്മുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാവുന്ന രൂപത്തിലേക്കാവട്ടെ എന്നുകൂടെ ഒരു ഒരു നിർദ്ദേശം കൂടി വെക്കാം. ഇപ്പോൾ പ്രിയ കൂട്ടുകാരെ, നമ്മളോടൊപ്പം സലാം സാർ ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. വായനയെ പറ്റിയുള്ള ടിപ്സും ട്രിക്സും, ഏതാണ് നല്ല ബുക്കെന്നും ഏറ്റവും നല്ല ബുക്കുകൾ ഏതാണെന്നും കുട്ടികളായ നമ്മൾ എന്ത് വായിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നു. ഇനി സാറ് പറഞ്ഞ ടിപ്സും ടിക്സൊക്കെ ഉപയോഗിച്ച് നല്ലൊരു വായനക്കാരനാകാൻ നമ്മൾ ശ്രമിക്കണം. കാരണം വായിച്ചാലാണ് നമുക്ക് അറിവ് ലഭിക്കുക. അറിവ് ലഭിച്ചാലാണ് അത് നമുക്ക് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുക. അങ്ങനെ വായിച്ച് വായിച്ച് നല്ലൊരു വായനക്കാരനാകാനും നല്ല രീതിയിൽ പഠിക്കാനും എല്ലാത്തിനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ തേൻമൊഴി എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ